വെൽക്കം ബാക്ക് ടു ഷീ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പോവാണ്. പാത്തുമ്മ നാട്ടിൽ പോയ വ്ളോഗെല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ഞാനും ആമിയും പപ്പയാണ് നാട്ടിൽ പോകുന്നത്. നമ്മതാ എല്ലാം കഴിഞ്ഞിട്ട് ലഗേജ് എല്ലാം കഴിഞ്ഞു. സീക്രട്ട് അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മൾ പോകുന്നത് സ്മാർട്ട് ഗേറ്റിലാണ് ഗൈസ്. പാസ്പോർട്ടിന് സീലടിക്കാത്ത നമുക്ക് ഇന്ത്യയിലേക്ക്. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. ഇന്ന് നമ്മ ദുബായിട്ട് കോഴിക്കോടാണ് പോകുന്നത്. കോഴിക്കോടിലേക്ക് പോകാൻ കാരണം നമുക്ക് വന്ദേ ഭാരതം ഒന്ന് ട്രൈ ആക്കാൻ പറ്റും. അതൊന്നല്ല, ടിക്കറ്റ് കിട്ടായി ബാംഗ്ലൂരിൽ. ചേട്ടാ അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നമ്മൾ പോകാൻ പോകുന്നത് ലോഞ്ചിലേക്കാണ്. അപ്പൊ ലോഞ്ചിൽ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ലോഞ്ചിൽ പപ്പാന്റെ കാർഡില് പപ്പ പ്ലസ് ഒരാളെ കഴിയും. പക്ഷെ നമ്മൾ പപ്പ പ്ലസ് 2 ആളാണ് പോകുന്നത് ഗൈസ്. മാത്രം നിങ്ങൾ ചോദിക്കാത്ത മതി, അതൊക്കെ നമ്മളെ കൊണ്ടേ പറ്റൂ ഗൈസ്. ഗൈസ് നമ്മൾ കേട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു ചൂടുവെള്ളത്തിലുള്ളത് ഈ സെക്ഷൻ ഒന്ന് കാലിയാക്കണോട്ടുണ്ട്. അപ്പൊ ഒന്ന് കാലിയാക്കണോട്ടുണ്ട്. ഗൈസ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഉള്ളെത്തിട്ട് നമ്മൾ കാണുന്നില്ല. രാവിലെ പ്ലേറ്റ് മൊത്തം കേക്ക് അടിച്ചെങ്കിൽ കേക്ക് എടുക്കുന്നതിനുണ്ട് അതിരാ എന്നുള്ള പരിപാടി. തിന്നാന്നൊരു വിചാരം മാത്രമുള്ള ഭീകര. അവരെ ലോഞ്ചെല്ലാം കഴിഞ്ഞ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിട്ടി. ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മളിന് ഫ്ലൈറ്റിനടുത്തേക്ക് പോകണം. അപ്പൊ എന്താ നടക്കുന്നത് ഫ്രണ്ട്സ്? ഡ്യൂട്ടി ഫ്രീ ഉണ്ടല്ലോ. ഡ്യൂട്ടി ഫ്രീ എന്തല്ലോ മേഘങ്ങൾ ഒളിച്ചുണ്ടായി. എന്ത് പറയാൻ 7 കിലോന്റെ കൂടുതൽ കൊണ്ടുപോകാൻ കായല. അവിടെ എല്ലാം ക്യാൻസൽ. അതിലല്ലേ അപ്പൊ സാധനം വെയിറ്റ് ആക്കാണ്. 12:55 നമ്മളെ ഫ്ലൈറ്റ്. അതെ അപ്പൊ നമുക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇത് ലഗേജ് ഒന്നും പിടിച്ചിട്ട് കഴിയില്ല. കാരണം എന്താ വെച്ചാല് എന്തെന്നറിയില്ല, വന്നിട്ടാ ടാഗ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മളെ ലഗേജ് നമ്മ കൈ വിധിച്ച് പോയാൽ മതി. ലഗേജ് അന്ന് മറ്റേ കറങ്ങുന്നില്ല പെട്ടിയെല്ലാം. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. കാവടി കളിച്ചു പോയ ആളാ ട്രാജഡി ആയിട്ട് കിടക്കണ കണ്ടില്ലേ? ഓ റബ്ബർ വെട്ടി പാൽ ഒഴുകണ പോലല്ലേ ചോര ഒഴുകണത്. എടുത്തോ എടുക്കടോ. അപ്പൊ കോഴിക്കോട് എയർപോർട്ടിൽ ലഗേജിന് വെയിറ്റ് ആക്കാണ് ഗൈസ്. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ പിക്കാൻ വന്നത് ഷാഫി ബ്രോ ആണ് ഗൈസ്. ഷാഫി ബ്രോ എന്താണ് മറ്റേ ഷാഫി ബ്രോയുടെ എൻഗേജ്മെന്റ് ആണ്. വന്ദേ ഭാരത് ഗൈസ്. എന്റെ ലൈഫിലെ ഫസ്റ്റ് ടൈം ട്രെയിൻ എക്സ്പീരിയൻസ് ആണിത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ടൈം ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. എക്സൈറ്റഡ് ആണ്. വന്ദേ ഭാരത് വെള്ളം ബിസ്ക്കറ്റ് ചാപ്പൊടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ ഉമ്മാർക്കറിയാല ആമി നമ്മളൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട്. എക്സാം ആയിട്ടോടെ ഡേറ്റ് മാറ്റി നമ്മൾ സ്വന്തം കാസർഗോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. എത്തിയിട്ടുണ്ട്. കയറ്റം കാണാനുള്ളതാണ്. അപ്പം ആമീനെ ഇവിടുന്ന് കീക്കുന്നതാണ്. അപ്പം ആ ഒരു പ്രാങ്ക് സക്സസ്ഫുൾ ആവാൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്. എന്താണ് കഥ പറയാനുള്ള? പാത്തുമാക്ക് എന്ത് സർപ്രൈസ് കൊടുക്കുന്ന? എല്ലാരുണ്ട്.
വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ഹാപ്പി. അപ്പൊ ഫ്രണ്ട്സിന് ഇന്നലെ പാത്തുന്റെ ഉമ്മാന്റെ എക്സ്പ്രഷൻ കണ്ടല്ലോ, സർപ്രൈസ് ആയിട്ട് പ്രാങ്ക് പൊട്ടാത്ത ഇടം വരുന്നത് ഗൈസ്. എല്ലാവരും തൊട്ടുണ്ട്. അതേപോലെ തന്നെ തമിഴിൽ കാണുന്ന മമ്മൂക്കാനൊക്കെ അഭിനയിക്കുന്നത് ഒക്കെ പിന്നെ പിന്നെ വല്ല വല്ല പറയുന്നതാണ് ഗൈസ് എല്ലാത്തുമാണ്. അപ്പൊ ടോപ്പ് സീക്രട്ട് ആണ് ഗൈസ് അത്. അപ്പൊ എല്ലാം പിന്നെ വരുന്നതാണ്. അപ്പൊ പുതിയ അടിപൊളി